അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് 3 പ്രാവശ്യം അവിടുന്ന് എടുത്തെടുത്ത് പറഞ്ഞത് നീ കോപിക്കരുത്, നീ കോപിക്കരുത്, നീ കോപിക്കരുത്. അതിനകത്ത് തന്നെ വലിയ ഒരു പാഠമുണ്ട്. നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് ഹദീസുകൾ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസ് കാണാം. കാന റജുലു ഫഫക്കറതു ഹീന ഖാല നബി സല്ലല്ലാഹു عليه وسلم قال فإذا غضبوا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മനുഷ്യനോട് പറയുകയാ, നീ ചിന്തിച്ചു നോക്ക്, നീ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാ, കോപമില്ലാ തിന്മകളെയും ഉൾപ്പെടുത്തുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എല്ലാ തിന്മകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യമാണ് കോപമെന്ന് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കോപം മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് കോപം. അല്ലാഹു അങ്ങനെയാണ് മനുഷ്യനെ പടച്ചിരിക്കുന്നത്. അത് ഊരിയെടുത്തെറിയാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അവന്റെ പ്രകൃതമാണ് കോപം. കോപിക്കാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും പടച്ചവനെ കോപം വരുമല്ലോ. ആ കോപത്തെ വലിച്ചൂരിക്കളയാൻ സാധ്യമല്ല. എന്നിട്ടും പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ കോപിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? കോപത്തിന്റെ ദുസ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചില പ്രകൃതമായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും കോപമുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും കോപമുണ്ട്. ആ കോപത്തെ ഊരി മാറ്റിക്കളയാൻ ആരെക്കൊണ്ടും കഴിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കോപം ഉണ്ടാകുന്ന സമയം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ കോപമുണ്ടാകുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപദേശങ്ങൾ കേൾക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ദേഷ്യമുണ്ടാകുമ്പോൾ, കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാവുക, വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയുള്ള ചില നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ചവനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, കൂടപ്പുറപ്പാണെങ്കിലും, കുടുംബക്കാരാണെങ്കിലും, കൂട്ടുകാരാണെങ്കിലും, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയം നാം അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യുക, മാപ്പാക്കി കൊടുക്കുക. അതൊരു ഹൃദയശുദ്ധി, അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പലർക്കും അതില്ല. മക്കളെ വരെ തെല്ലും, ഭാര്യയെ തെല്ലും, കൂടപ്പുറപ്പുകൾ എന്തെല്ലാം ചെറിയ ദേഷ്യമുണ്ടാകുന്ന സമയം നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. ആ കോപമുണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു വാക്കിന്റെ പേരിലാണ് കൂടപ്പുറപ്പുകൾ ഇന്നും മിണ്ടാതെ നടക്കുന്നത്. എത്രയോ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, കോപം അതുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ആ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലൈസ ശദീദു ബിസ്സുർഅതി ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുമായി യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഗുസ്തി നടത്തിയിട്ട് അവനെ കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ. വളരെ ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ ശക്തൻ എന്ന് പറയുന്നത് 100 പേരെ അടിച്ചിടുന്നവനല്ല.
100 പേരെ അടിച്ചിടുന്നവനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിമ്മിൽ പോയിട്ട് നല്ല മസിലുണ്ടാക്കി ആരോഗ്യവാൻ, ഞാൻ കുംഫു പഠിച്ചതാ, കളരി പഠിച്ചതാ, എനിക്ക് അതറിയാം, അതിനൊന്നുമല്ല ശക്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഥാർത്ഥത്തിൽ ശക്തനെന്ന് പറയുന്നത് കോപമുണ്ടാകുന്ന സമയത്ത് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ശക്തൻ 100 പേരെ അടിച്ചിടുന്നവനല്ല. 100 പേരെ അടിച്ചിടുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ. ഒരാളെ കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ. കോപമുണ്ടാകുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനെ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ നീയാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കോപം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ധീരതയായി മനസ്സിലാക്കണം. അതാ കോപമുണ്ടാകുന്ന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുമോ? പടച്ചോനെ കയ്യിൽ എന്താണോ കിട്ടുന്നത് പോയി നമ്മുടെ കാര്യം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അവനാണ് ശക്തനല്ലാതെ ആരോഗ്യത്തോ എനിക്ക് വലിയ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തല്ലിയിടുന്നവനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഉപദേശം ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, നീ അവിടുന്ന് കോപത്തെ നീ സൂക്ഷിക്ക്, കോപത്തെ നീ കോപിക്കരുതെന്ന. മഹാനായ ഇബ്നുൽ മുബാറക് റഹ്മഹുല്ല പറയപ്പെടുന്ന സൽസ്വഭാവത്തെ ഒറ്റ വാചകത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി അവിടെ മഹാനവറുകൾ പറഞ്ഞു തരുന്നുണ്ട് ഈ ഗുണത്തെക്കുറിച്ച്. ഏറ്റവും വലിയ യോദ്ധാവ്, ഏറ്റവും വലിയ ശക്തൻ കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്തുന്നവനാ. ആ കോപത്തെ പിടിച്ചു നിർത്താതെ വരുമ്പോൾ എന്താണ് നമുക്കുണ്ടാകുന്ന നഷ്ടം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോപമുണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം കൊണ്ട് ഫലം കാണാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക്, ഓരോ ജനതയിലേക്ക് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതാ പ്രബോധനവുമായി ഒരു നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ജനങ്ങളെ ഉപദേശിക്കുകയാണ്. ജനങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്. സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്. നരകത്തെ കുറിച്ച് പറയുകയാണ്. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. അങ്ങനെ ജനങ്ങൾ നന്നാകാതെ വന്നപ്പോ എത്ര പറഞ്ഞിട്ടും ഇവര് നന്നാകുന്നില്ലല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അവിടുന്ന് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം വന്നോ. അവിടുന്ന് ജനങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നാട് വിട്ടുപോയ സംഭവം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഒരു പ്രവാചകനെ അല്ലാഹു ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചാൽ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവിടുന്ന് പോകരുത്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവിടുന്ന് പോകരുത്. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ തന്റെ സമുദായത്തിനോട് ഈ ലോകത്തിന്റെ അധിപനായ ഏകയിലാകായ പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാതെ വഴിവിട്ടുകൊണ്ട് അധികാരികളെ പോലെ ജീവിക്കുന്നത് കണ്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു. അവിടുന്ന് വല്ലാത്ത കോപം വന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം
അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന രംഗമതാ ഖുർആൻ അവിടെന്ന് പറയുകയാ വദന്നൂനി ഇദ്ഹബ് മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്താറില്ല. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാ ചെയ്യണത് എന്ന് നമുക്ക് തന്നെ അറിയാറില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു. യൂനുസ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചു, ഒരു ജനതയിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം രാവും പകലും മുഴുവനും അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരുത്തരും കേൾക്കണില്ല. ഒരാളും അവിടെ അല്ലാഹുവിലേക്ക് കടന്നു വരാതെ വന്നപ്പോ യൂനുസ് നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവിടെ നിന്ന് പോയി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. ചരിത്രം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്ക്, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഓർക്ക്, അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി കളഞ്ഞ സന്ദർഭം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ ജനതയുടെ മുന്നിൽ നിന്ന് പോയ സന്ദർഭം, അദ്ദേഹത്തെ ഞാൻ ഞെരുക്കമുണ്ടാക്കിയില്ലെന്ന് അവിടെ നിന്ന് ഖുർആൻ ചോദിക്കുക. നമുക്ക് ചരിത്രമറിയാം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കപ്പലിലേക്ക് കയറി. യൂനുസ് നബി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് കപ്പലിലേക്ക് കയറി. ജനങ്ങൾ മുഴുവനും കപ്പലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, കപ്പല് മുങ്ങാൻ പോകുകയാ, കപ്പല് നശിക്കാൻ പോകുകയാ. അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഈ കപ്പലിൽ നിന്ന് എടുത്തെറിയാതെ നമ്മൾ രക്ഷപ്പെടൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഞെറുക്കിട്ടു ആരാണെന്ന്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പേരെടുത്തു. അങ്ങനെ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിഞ്ഞു. ഒരു മീൻ വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങി. മീനിൻ്റെ വയറ്റിൽ 40ഓളം ദിവസം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹു ഞെരുക്കി കളഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം അതിന്റെ ആ മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നു. അവിടുന്ന് ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ അനുവാദം കിട്ടാതെ ജനങ്ങളെ വിട്ടുകൊണ്ട് പോയതിന് ഒരു പ്രവാചകന് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല. എന്നിട്ടും യൂനുസ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷണത്തിന് വിധേയനാക്കി. കപ്പലിൽ കയറി അദ്ദേഹത്തെ കടലിലേക്ക് ചാടേണ്ടി വന്നു. ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഏതാനും ദിവസങ്ങളോളം അതിന്റെ ഉള്ളറയിൽ കിടന്ന് പ്രയാസപ്പെടേണ്ടി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ യൂനുസ് നബി അലൈഹിസ്സലാം മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരു ദിക്ർ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ഈ ഒരു ദിക്ർ പറഞ്ഞതുകൊണ്ടാണ് കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മീൻ അവിടെ നിന്ന് ഇങ്ങനെ തുപ്പിയിട്ടിട്ട് പോയത്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണാം. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ കാണാം. യൂനുസ് നബിയുടെ റൗള ഷരീഫ് കാണാം. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മീൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് തുപ്പിയിട്ട് കൊടുത്ത സ്ഥലം ഇന്ന് ബീച്ചാത്. ഇന്ന് ആ സ്ഥലം ബീച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂനുസ് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മനോഹരമായ നല്ലൊരു മഖാം. അൽഹംദുലില്ലാഹ്. പ്രവാചകന്മാരുടെ ഖബറുകൾ നമുക്ക് പോയി കാണണം. ഒരുപാട് ഖബറുകൾ കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ അമീർ പറഞ്ഞു തന്നു, ഇവിടെയാണ് യൂനുസ്. നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താപ്പം ഒന്ന് പോയാൽ കൊള്ളാൻ തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. കോപിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഞെരുക്കം കൊടുത്തു, പരീക്ഷണം കൊടുത്തു. കടലിൽ മീനിന്റെ വയറ്റിൽ 40 ദിവസം കിടന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്ക്. എങ്ങനെ കിടന്നിട്ടുണ്ടാകും?
അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുക, ഇതൊക്കെയല്ലേ അത്ഭുതം. ഒരു മീനിന്റെ വയറ്റിനകത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം കടന്നില്ലേ, എന്നിട്ട് ജീവനോടെ തിരിച്ചു വന്നില്ലേ. പക്ഷെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണമെങ്കിൽ പറയും ഇതൊക്കെ കള്ളമെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന് നമ്മൾ പറയുക. ഇതൊക്കെ സത്യമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മുടെ കോപത്തെ നമ്മളൊന്ന് ശമിപ്പിക്കണം. ചുമ്മാ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന നഷ്ടം മനസ്സിലാക്കാൻ യൂനുസ് നബിയുടെ ചരിത്രം നമുക്ക് ഉപകാരപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോപം അത് ഒതുക്കലും അടക്കലും പ്രകടമായ വിധത്തിൽ അത് മറക്കലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലുമാണ് ഇതിന്റെ ലക്ഷ്യം. ആ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും അള്ളാഹുവിന് ഭയന്നുകൊണ്ട് താഴ്മയോടുകൂടി ജീവിക്കണമെന്നാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. കോപം അടക്കി വെക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. കോപം അടക്കി വെക്കുന്നവരെയാണ് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു അവിടുന്ന് പുകഴ്ത്തുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു സ്വാഗതം പറയുകയാണ്, അല്ലാഹു അവരെ അനുമോദിക്കുകയാണ്. ആരെയാണ് അല്ലാഹു അനുമോദിക്കുന്നത്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖമുണ്ടാകുമ്പോഴും വിഷമത്തിന്റെ അവസ്ഥയിലും പടച്ചവനെ അല്ലാഹു കൊടുത്തത് ക്ഷമിക്കുന്നവരുണ്ടല്ലോ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ ഒതുക്കി വെക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പടച്ചവനെ സ്വർഗ്ഗം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് അല്ലാഹു വല്ലാതെ സ്നേഹിക്കുന്നു. ക്ഷമയുള്ളവരെ, ക്ഷമിക്കുന്നവര്, കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവര് അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോപം മൂടിവെക്കുന്നതിനെ കുറിച്ച്, ഈ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരുപാട് ആയത്തുകൾ കാണാം, ഒരുപാട് ഹദീസുകൾ കാണാം, ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ സർവ്വതിനും മുത്തുനബി അവിടുന്ന് മാതൃക കാണിച്ചിട്ടുണ്ട്, തന്റെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഖാല സഅൽതു അബ്ദുല്ലാഹി ബിൻ അംർ അൽ-അശ്ദ് അലാമാ സനഅൽ മുശ്രികൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മുശ്രിക്കുകളെ പ്രവാചകനെ ഉപദ്രവിച്ചതിൽ ഏറ്റവും കഠിനം നിറഞ്ഞത് ഏതാണ്? ചോദിക്കുകയാ, മുശ്രിക്കീങ്ങൾ, ശത്രുക്കൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായത് എന്തായിരുന്നു? അവിടുന്ന് സ്വഹാബിയോട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ അവിടുന്ന് അംർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് പറഞ്ഞ് നമസ്കരിക്കുകയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉഖ്ബത്ത് ബിൻ അബൂ മുഈത്ത് എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന തട്ടമെടുത്തുകൊണ്ട് നബിയുടെ കഴുത്ത് ബന്ധിക്കുകയും ശക്തമായി വലിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്ന് പ്രവാചകന്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് കഴുത്തിൽ മുറുകിയിട്ടൊരൊറ്റ വലി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിയുടെ കഴുത്ത് ബന്ധിപ്പിക്കുകയും ശക്തമായി വലിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഒരു മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ വധിക്കുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കണേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് തരുന്ന പ്രവാചകനെ വധിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? പലരും അവിടെ നിന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉഖബത്ത് ഇബ്നു മുഅയ്യിത്തിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ നിലപാട് ഉപദ്രവിച്ചില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് കഴുത്തിനകത്തിട്ടിട്ട് അങ്ങോട്ട് മുറുക്ക. പടച്ചോനെ, ഇത്രയും വലിയ ഒരു ദ്രോഹം ചെയ്തിട്ട് പോലും റസൂലുള്ളാഹി തങ്ങൾ കോപിച്ചില്ല. നബി അവിടെ നിന്ന് കൊല ചെയ്യാൻ നോക്കിയിട്ടും പ്രവാചകൻ കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തില്ല. അള്ളാഹുവിന് വേണ്ടി അവിടെ നിന്ന് ക്ഷമിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ നിന്ന് പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ ചെയ്തത്. മഹാനായ നബിയനാ റസൂലുള്ളാഹി. പക്ഷെ നമ്മളാണെങ്കിൽ ഒന്നും പറയേണ്ട, ചുമ്മാതെ വീട്ടിലെങ്ങാണ് ഇരിക്കുമ്പോൾ ആ മക്കളെങ്ങാനും വന്നൊരു നുള്ളണം. അപ്പം അറിയാം, നമ്മൾ ചുമ്മാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് മക്കളെങ്ങാനും വന്നിട്ടൊരു അടി തരണം. മക്കളടിക്കട്ടെ, ഭാര്യയും നാട്ടുകാരും പോകട്ടെ. മൊബൈലിൽ വല്ലതും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേലൊന്ന് നോവിച്ചാൽ, ഒന്ന് ഉറക്ക സംസാരിച്ചാൽ തന്നെ നമുക്ക് കോപം വരും. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി കൊല്ലാൻ നോക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ക്ഷമിച്ചു, സഹിച്ചു. ആ മനുഷ്യന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്തു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയ അനസ് റളിയല്ലാഹു തആല അൻഹു. 10 വർഷക്കാലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഖാദിമ, ജോലിക്കാരൻ, വേലക്കാരൻ. ആ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 10 സിനീൻ ഫമാ ഖാല ലീ ഉഫ്ൻ വലാ ലിമൻ അസ്നഅത്. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 10 വർഷം ഞാൻ പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു, ജോലി ചെയ്തു. എന്നിട്ട് പറയാ, അതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 10 വർഷം ജോലി ചെയ്തിട്ട്, 10 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിട്ട് അടിക്കുകയോ ചീത്ത വിളിക്കുകയോ വഴക്കെന്നല്ല, എന്തെങ്കിലൊക്കെ ഒന്ന് വീണ് വിട്ടു എന്താന്ന് ചോദിക്കണം. ഇങ്ങനെ പോലും നീ എന്തേ കാണിക്കണേ? നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഛേ എന്ന് ചോദിക്കുക. അങ്ങനെ പോലും ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ, അത് പോകട്ടെ, സ്വഹാബി പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ഇത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഈ 10 വർഷക്കാലം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്നിട്ട് എന്തിനാ ഇത് ചെയ്തേ, എനിക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സ്വഹാബി പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാണെങ്കിൽ പടച്ചവനെ തൂക്കിക്കൊല്ലും. നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന്, ഈ അടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാ ചെയ്തത്? കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയി. ഇതിനാ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു നമ്മൾ വായിച്ചവരാ പത്രങ്ങളിലൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കടിച്ചു കീറുന്ന ഒരു സ്വഭാവം മക്കളോട് പോലും, പിന്നെയാണ് കൂടെ ജോലി ചെയ്യുന്നവരോട്, തൻ്റെ സ്റ്റാഫുകളോട് ക്രൂരത കാണിക്കുന്നവരുടെ കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. മറ്റൊരു സംഭവം കാണാം. അൻ സിനാൻ ഇബ്നു അബി സിനാൻ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുകയുണ്ടായി. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയി. ജനങ്ങൾ പകലിന്റെ മധ്യത്തിൽ വിശ്രമിക്കുന്നതിനായി വലിയ മുള്ളുകളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി. യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബികൾ മുഴുവനും അന്ന് വളരെ കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ യുദ്ധത്തിന്റെ വേളയിൽ എല്ലാവരും മുള്ളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലാണ് പോയി. എല്ലാവരും ഇങ്ങനെ കിട്ടിയ മരങ്ങളുടെ ചുവട്ടിൽ പോയി. ഇന്ന് പിന്നെ ചൂടാണ്, മരുഭൂമിയാണ്, റെസ്റ്റ് എടുക്കാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോകുമ്പോൾ പ്രവാചകൻ തന്റെ വാള് ഉരിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വാളെടുത്ത് വിടുന്നു തൂക്കിയിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളെടുത്ത് പ്രവാചകനെ കൊല്ലാൻ നോക്കുകയാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന് പോയ പ്രവാചകൻ ഉറങ്ങുമ്പോൾ അവിടുന്ന് പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അവസാനം പിടിക്കപ്പെട്ടു. അവസാനം അവിടുന്ന് ചോദിച്ചു, ഞാൻ മുഹമ്മദ്, നിന്നെ ഞാൻ കൊല്ലും. റസൂലുള്ളാഹി തങ്ങൾ കോപിക്കുകയോ? ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല, മനുഷ്യനെ വെറുതെ വിടുകയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി വെറുതെയൊന്നുമല്ല. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരെ പരിഗണിച്ച സന്ദർഭങ്ങളുണ്ട്. യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് സ്വത്തുകൾ കളഞ്ഞിട്ട് പോകുമല്ലോ, ശത്രുക്കൾ കളഞ്ഞിട്ട് പോകുന്ന അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പാദ്യങ്ങൾ അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ ദിനം നബി ഒരു വിഭാഗം ആളുകളെ കൂടുതലായിട്ട് പരിഗണിച്ചു. ചില വ്യക്തികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഇത്തിരി കൂടുതൽ കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് അങ്ങനെ ചിലരെയൊക്കെ പ്രവാചകൻ അവിടെ നിന്ന് പരിഗണിച്ചു. ഒരു വിഭാഗം ആളുകളെ കൂടുതൽ പരിഗണിച്ചപ്പോൾ അഖ്റഅബ് ഇബ്നു ഹബീസിന് 100 ഒട്ടകങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് അവിടെ നിന്ന് 100 ഒട്ടകങ്ങളെ കൊടുത്തു. ചരിത്രം പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഒരുപാട് പേർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഈ വിഭജനത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടുന്നില്ല. അർഹതപ്പെട്ടവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇത്തിരി കൂടുതൽ കൊടുത്തപ്പോൾ പറഞ്ഞു, കുടുംബക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കണോ, നമുക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹു ആ മനുഷ്യന് കരുണ ചൊരിയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന് ചോറ് വിളമ്പുമ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കുമ്പോൾ ഒരുത്തം വന്നിന്ന് പറയാണ്ടോ, ഇമാമൊക്കെ കൊണ്ട് എല്ലാം കോരി കുടുംബക്കാർക്ക് മൊത്തം കൊടുക്കട്, നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? നമ്മുടെ മറുപടി എന്തായിരിക്കും? എന്ത് സജിയണ്ണ ഇവിടെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അജയ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാ, കൊണ്ടോടാ അവൻ്റെ ആൾക്കാർക്ക് മൊത്തം കൊടുക്കും. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കളിയാക്കുന്ന രീതിയിൽ മുത്തുനബി അവർക്ക് മാത്രം വാരിക്കോരി കൊടുക്കുന്നു, നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ മനുഷ്യൻ അല്ലാഹു മൂസാ നബിയോട് കരുണ കാണിക്കട്ടെ, അവിടെ നിന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ ചെയ്തത്. ഇവിടെ നിന്ന് ദേഷ്യപ്പെടുകയായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. നബിയുടെ സ്വന്തം കാര്യത്തോടും ഒരിക്കലും പ്രവാചകൻ അവിടെ നിന്ന് കോപം കാണിച്ചിട്ടില്ല. ഇത് നാട്ടുപോരാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും സഹാബത്തിനോടാണെങ്കിലും പുറത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും. നമ്മൾ പുറത്തൊക്കെ നല്ലവരായിരിക്കും, അകത്ത് നമ്മൾ പൊളിയായിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തന്റെ വീട്ടുകാരോടും അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങളിലും അവിടെ നിന്ന് പ്രവാചകന് മിണ്ടാതിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങള് മതത്തിന്റെ വിഷയം വന്നാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. വേറെ ഏത് കാര്യത്തിലും പ്രവാചകൻ അവിടെ നിന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തില് ദീനിന്റെ പവിത്രതയ്ക്ക് കളങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന് വല്ലാത്ത കോപമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് വമാ ഇന്തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഇല്ലാ അൻ തുൻഹക ഹുർമത്തുല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പ്രതികാര നടപടിയെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ വ്യക്തിപരമായ കാര്യത്തിൽ ഒരിക്കലും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിൽ വല്ല അനാദരവും കാണിച്ച പ്രവാചകൻ അവിടെ നിന്ന് നടപടിയെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കാറില്ല, ആരാണെങ്കിലും പ്രവാചകൻ അവിടെ നിന്ന് പറയുമായിരുന്നു,
എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ നിയമത്തിന്റെ വിഷയത്തില് നിയമത്തിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ചരിത്രം പറയുകയാ, ഒരാള് മോഷണം നടത്തുന്ന ആളുടെ കൈ മുറിക്കണമെന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അള്ളാഹു കാക്കുമാറാകട്ടെ. മോഷ്ടിക്കുന്നവന്റെ കൈ മുറിച്ചു കളയണമെന്ന. അങ്ങനെ ഒരിക്കൽ ഒരു മോഷണം നടത്തി. അപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ് മോഷണം നടത്തിയത്. അപ്പൊ കൈ മുറിക്കാന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്, നാണക്കേടാ, മാനക്കേടാ. അങ്ങനെ ചില ആൾക്കാർ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് സ്വാധീനിക്കാൻ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട്, കുടുംബക്കാരൊക്കെ അല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മകള് ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ മുറിക്കും കൈ. എൻ്റെ കരളിൻ്റെ കഷ്ടമെന്ന് ഞാൻ പറയുന്ന എൻ്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എൻ്റെ ഫാത്തിമയാണ് ചെയ്യുന്നതെങ്കിലും ഇസ്ലാമിൻ്റെ വിധി തന്നെ അവിടെ നിന്ന് ഞാൻ മുറിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ ദീനിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവിടെ നിന്ന് തയ്യാറാകില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ദീനിന്റെ വിഷയത്തിൽ കോപം മനുഷ്യന്റെ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു പടച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം കോപം ഉണ്ടാകാന്നുള്ളത്. പക്ഷേ ആ കോപത്തെ നാം എപ്പോഴാണോ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തനാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം കോപം ഒതുക്കി വെക്കാനുള്ള വഴി എന്താ? ഇനി അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്തായാലും കോപം വരും. ഈ പറയണ എനിക്കും ചില സമയത്ത് ശൈത്താൻ കൂടാറുണ്ട്. ഈ പറയണ നമുക്ക് എല്ലാവർക്കും ശാരീരിക്കണം, നമുക്കൊക്കെ പല സമയങ്ങളിലും BP കൂടാറുണ്ട്. അള്ളാഹു നമ്മുടെ കോപം മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇപ്പം നിങ്ങൾക്കും കോപം വരുന്നില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കും പടച്ചന് സമയമായി, 10:15 നമുക്കും ഇടയ്ക്ക് വരുന്നില്ലേ? അപ്പോൾ കോപം തണുപ്പിക്കാനുള്ള മരുന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം നമ്മൾ പറയുന്ന വാക്കിൻ്റെ വില പറഞ്ഞവൻ മറന്നുപോകും, പക്ഷെ കേട്ടവൻ മറക്കൂല. ഒരടിയടിച്ചാൽ ഒരല്പനേരം കഴിയുമ്പോൾ അതിൻ്റെ വേദന അങ്ങ് പോകും. പക്ഷെ അമ്പ് തറയ്ക്കുന്നത് പോലെയാണ് ചിലർ പറയുന്ന വാക്കുകൾ. മനസ്സിലേക്ക് തറച്ചുപോയാൽ മരിക്കണ കാലം വരെ മറക്കാൻ പറ്റൂല. അതാ പറയാറില്ല, കൈവിട്ട കമ്പും കൈവിട്ട കല്ലും നോക്കണം. അളിയും പറഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയുന്നത്? പെട്ടെന്ന് ദേഷ്യം വരുന്നവർ എങ്ങനെയാണ്? ഒരാള് തന്റെ സഹോദരനിൽ നിന്ന് വല്ല അക്രമം നേരിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന വിടന്ന നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. എല്ലാം അങ്ങ് ക്ഷമിക്കണമെന്നല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നത് വിട്ടുവീഴ്ച ചെയ്യണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അവിടെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കൊലയ്ക്ക് കൊല. ആ പടച്ചവൻ എങ്ങനെ സൗദി അറേബ്യയിൽ നടക്കുന്ന നിയമങ്ങളൊക്കെ അറിയാം. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുന്നവന് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൽ അങ്ങനെ നിയമങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? വല്ലാത്ത പ്രതിഫലമാണ്, വല്ലാത്ത പ്രതിഫലമാണ്. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഒന്നാമതായിട്ട് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമ്മൾ ശമിപ്പിക്കേണ്ടത്? ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ടാണ്. പടച്ചവനെ, ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത്. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ഒരു ഗുണമാണ്. പടച്ചവനെ, ഒരു മനുഷ്യൻ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന് പ്രതികാരം ചെയ്യാൻ അല്ലാഹുവിന്റെ ദീനിലെ നിയമമുണ്ട്. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാലോ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാലോ,
പടച്ചവനെ വല്ലാത്ത പ്രതിഫലമാണ് എല്ലോ പടച്ചറപ്പിന്റെ സ്വർഗം കിട്ടാൻ.